ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്കാലപ്പ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ഇപ്പം ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് സ്കാലപ്പ് അല്ലേ. ഷോളിലാണെങ്കിലും ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ താഴെയാണെങ്കിലും ടോപ്പിൻ്റെ താഴെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഷോളിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത്. ഏത് മെറ്റീരിയലിലും നമുക്കിത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ജോർജറ്റ്, ഷിഫോണ്, പിന്നെ റയോണ് പോലുള്ള മെറ്റീരിയൽ, അതായത് കോട്ടൺ അല്ലാത്ത മെറ്റീരിയൽ ആകുമ്പോഴാണ് കൂടുതൽ ഫിനിഷിങ്ങിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബീഡ്സും നമുക്ക് ചെയ്യേണ്ട ഷോളും സൂചി നൂലാണ് ആവശ്യമായി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇത് ഞാനൊരു ഷിഫോൺ പോലുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തതാണ്. ഷുഗർ ബീഡാണ് കേട്ടോ. വൈറ്റിലാണ് ചെയ്യുന്നത്. ഞാനിതിൻ്റെ ഡ്രസ്സ് വെച്ചാൽ വൈറ്റിൽ ഈ ഷോളിൻ്റെ കളറുള്ള സ്റ്റാർ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാനിതിന് എന്താ പറയുക, വീതി കുറഞ്ഞ രണ്ട് സൈഡിൽ മാത്രമാണ് കേട്ടോ സ്കാലപ്പ് ചെയ്യുന്നുള്ളൂ. വീതിയുള്ള ഭാഗത്ത് നമ്മൾ ഇടുമ്പോൾ തലയിൽ വരുന്ന ഭാഗത്ത് ചെയ്യുന്നില്ല. അപ്പോൾ ഡിസൈൻ ആദ്യം തന്നെ നമ്മൾ വരയ്ക്കുക. പിന്നെ ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അത് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാം. പലർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഉള്ളവർ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ സ്കാലപ്പ് ഡിസൈൻ വരയ്ക്കുമ്പം കുറച്ച് വിട്ട് വരയ്ക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫ്രെയിമിൽ ക്ലോത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ വേറൊരു തുണി, ഏതെങ്കിലും ഒരു കളർ എന്തെങ്കിലും ഒരു തുണി അതിൻ്റെ അറ്റത്ത് വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രെയിമിലിടാൻ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞത്. കുറച്ച് ഒരു ഇഞ്ചെങ്കിലും ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഡിസൈന് വരച്ച് കൊടുക്കാൻ. എന്നിട്ട് ഈ ഷോളിൻ്റെ എത്രത്തോളം വീതിയുണ്ടോ അതേപോലെ തന്നെ നമ്മൾ തുണി, ഞാനിപ്പോൾ ഇതൊരു സാരിയുടെ വിത്ത് ബ്ലൗസ് നമ്മൾ ഒഴിവാക്കിയതുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് തയ്ച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു പീസ് വെച്ചിട്ട്, അത് ഇന്നതാവണം എന്നൊന്നുമില്ല കേട്ടോ, അവിടെ വെച്ച് തയ്ക്കണം മാത്രം. അത് ലോങ് സ്റ്റിച്ചിൽ അങ്ങോട്ടേക്ക് തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രെയിമിലിട്ടിട്ട് സൂചിയിൽ നൂല് കോർത്ത് അടിയിൽ നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് 4 മുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ കോർത്തിട്ടുള്ളത് 4 ഷുഗർ ബീഡാണ്. എന്നിട്ട് നമ്മൾ ആ ഷുഗർ ബീഡ് എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ താഴോട്ട് കുത്തിയിട്ട് അതിൻ്റെ നടുക്ക് വശം, അതായത് 2 മുത്തിൻ്റെ സ്ഥലം എവിടെയാണോ വരുന്നത് ആ നടുവിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് കോർത്ത 2 മുത്തിലേക്ക് കൂടി പുറത്തേക്ക് എടുക്കുക. അതേപോലെ തന്നെ ചെയ്യുക. 4 മുത്ത് കോർക്കുന്നു. 4 മുത്ത് കോർത്തിട്ട് നമ്മളിങ്ങനെ ആ മുത്തിൻ്റെ എത്രത്തോളം നീളത്തിലാണ് മുത്തിന് സ്പേസ് വേണ്ടത് അത് കണക്ക് നോക്കിയിട്ട് ആ അറ്റത്ത് അവിടെ തന്നെ സൂചി കുത്തി താഴോട്ടേക്ക് ഇറക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ വശം, അതായത് 2 മുത്തിൻ്റെ സ്പേസിൽ പൊക്കി മേലോട്ടേക്ക് എടുക്കുക. ആ ലാസ്റ്റിലത്തെ 2 മുത്തിലേക്ക് കൂടി പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് ഇത് തമ്മിൽ ഗ്യാപ്പ് ഇല്ലാതെ വൃത്തിയിൽ വരിക. അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ബാക്ക് സ്റ്റിച്ചിൽ തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ 2 മുത്തായിട്ടാണെങ്കിലും ബാക്ക് സ്റ്റിച്ചിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമുക്കിത് സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുക. റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നൂലൊന്ന് വലിയുമ്പോൾ എന്താവും, എല്ലാം കൂടി ചുരുണ്ട് നിൽക്കും. ആ പ്രശ്നം വരില്ല. പിന്നെ ഇതിന് സംശയം വരൽ ഈ കോർണർ എങ്ങനെയാണ് വരിക എന്നല്ല. ഈ കോർണറിലേക്ക് എത്തുമ്പോൾ ഒരു മുത്തോ അല്ല 2 മുത്തോ മാത്രം ഇട്ടിട്ട് വരുന്ന ആ രൂപത്തിലേക്ക് ആക്കി. ഇപ്പം ഞാൻ 2 മുത്തിട്ടിട്ടാണുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറക്കി ആ ഒരു മുത്ത്, ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴോട്ട് ഇറക്കണേ. എന്നിട്ട് ഒരു മുത്തിൻ്റെ ഗ്യാപ്പിലേക്ക് കൂടി പുറത്തേക്ക് എടുത്ത് ആ ഒറ്റ മുത്തിലേക്ക് കൂടി വീണ്ടും പുറത്തേക്ക് എടുക്കുക. മനസ്സിലാവുന്നില്ലേ? നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, കേട്ടാൽ മാത്രം മനസ്സിലാവില്ല കേട്ടോ. എന്നിട്ട് താഴെ കുത്തിയിട്ട് പിന്നെ അടുത്ത ലൈൻ തുടങ്ങുന്നത് ആ ഒറ്റ മുത്തിന് ലാസ്റ്റിലെ മുത്ത് കഴിഞ്ഞിട്ട് താഴെ 2ാമത്തെ മുത്തിൻ്റെ സ്പേസ് ഇല്ലേ, അതിനെ കണക്കാക്കിയിട്ട് മാത്രമേ തുടങ്ങാവൂ. എന്നാൽ ഇതിന്നിങ്ങനെ കയറി ആ ഒരു ഷേപ്പാണല്ലോ നമ്മളുടെ ആർച്ച് പോലത്തെ ഷേപ്പ്, ആ ഷേപ്പിലേക്ക് കിട്ടണമെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ബിഗിനേഴ്സ് ഈ അകലത്തിനൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. ഗ്യാപ്പ് ഇല്ലാതെ വരുത്താനൊക്കെ നോക്കുക. തിരക്ക് കൂട്ടുക വേണ്ട, നല്ല ക്ഷമയിൽ ചെയ്യേണ്ട പണിയാണ്. നിങ്ങൾ പുറത്തൊക്കെ സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബീഡ്സ് സ്കാലപ്പ് ചെയ്യാൻ കൊടുത്ത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ റേറ്റ്. ഇതിപ്പോൾ ഇങ്ങനെ സാധാ സൂചിയും നൂലും ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കായതുകൊണ്ടാണ്.
ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ആരി വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പോകും. അതിനും നല്ല റേറ്റ് തന്നെയാണ്. 800, 1000, 1200 റേറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കുറച്ച് സമയമെടുത്ത് ക്ഷമയോടുകൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്, വൺ സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. പിന്നെ നൂല് ഞാൻ വൈറ്റ് നൂല് തന്നെ എടുത്തത് കൊണ്ട് വൈറ്റ് നൂലിങ്ങനെ എടുത്ത് കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷോളിൻ്റെ കളർ നൂലെടുക്കാം. അപ്പോൾ ഞാൻ അതെടുക്കാത്തതിന് വൈറ്റ് മുത്തിൻ്റെ ഇടയിൽ ആ നൂല് കാണുമ്പോൾ ഒരു ഭംഗി കുറവ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വൈറ്റ് നൂല് തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ ഷോളിൻ്റെ കളർ നൂല് എടുത്തിട്ടും ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ജോയിൻ ചെയ്ത് കൊടുത്ത ലോങ് സ്റ്റിച്ചിൽ മറ്റേ പീസ് ജോയിൻ ചെയ്തില്ലേ, അത് അങ്ങോട്ടേക്ക് ഒഴിവാക്കി കളയാം. ഒഴിവാക്കി കളഞ്ഞതിന് ശേഷം ബാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ 2 സൈഡും അങ്ങനെ, ഇനിയിപ്പോൾ 4 സൈഡാണ് നിങ്ങൾ സ്കാലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ 4 സൈഡും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ. ഇനി നമുക്ക് ഈ അധികമുള്ള പുറത്തേക്കുള്ള ഈ പീസിനെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നേരെ ചെറിയ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാം. പക്ഷെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയുക, ഇതിൻ്റെ അറ്റത്ത് ഇപ്പോൾ കണ്ടില്ലേ നൂലിങ്ങനെ തെള്ളി നിൽക്കണം, അതേപോലെ നൂല് തെള്ളി വരും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ നൂലിൻ്റെ പുറത്തേക്ക് വരവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, സോൾഡറിങ് അയൺ കൊണ്ട് ചെയ്യും. സോൾഡറിങ് അയൺ കൊണ്ട് ചെയ്യുമ്പോൾ, സോൾഡറിങ് അയൺ എന്ന് പറയുന്നത് ഉരുക്കുകയാണല്ലോ, ഒരു കമ്പി പോലെ ചൂടാക്കി. സോൾഡറിങ് അയൺ ഇല്ലാത്തവർക്ക് അതേപോലെയുള്ള എന്തെങ്കിലും കമ്പി അറ്റം ചൂടാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ബീഡ്സ് ഒന്ന് കാണിച്ചു തരാണ്. ഷുഗർ ബീഡാണ്. ഏത് കട്ട് ബീഡിലും ഷുഗർ ബീഡിലും ചെറിയ പേളിലൊക്കെ ചെയ്യാട്ടെ. നിങ്ങൾ ഇഷ്ടത്തിന് കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഒരു ഡ്രസ്സെങ്കിലും ചെയ്ത് നോക്കി, എന്തായാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും, നല്ല ഭംഗിയുണ്ടാവും. സോൾഡറിങ് ഇതാണ്. ഇത് എവിടുന്നാണ് വാങ്ങാൻ ചോദിച്ചാൽ നമ്മൾ ഈ വെൽഡിങ് മെഷീൻ അങ്ങനത്തെ ടൂൾസൊക്കെ കിട്ടുന്ന ഷോപ്പില്ലേ, അവിടെ ചോദിച്ചാൽ മതി. അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആ പോയിൻ്റ് ഇല്ലേ, പെന്ന് പോലുള്ള അറ്റം, അത് കൂർത്ത ടൈപ്പിലുള്ള തന്നെ നോക്കി വാങ്ങണം. പിന്നെ ഇൻഡസ്ട്രിയൽ വർക്കിനും മറ്റതിനൊക്കെ എടുക്കുന്നതിന് പല വീതി കൂടിയ ടൈപ്പൊക്കെ ഉണ്ടാകും. അതല്ല വാങ്ങേണ്ടത്. നിങ്ങൾ ഈ പെന്നിൻ്റെ നിബ് പോലെ ഷാർപ്പായിട്ട് കൂർത്ത് നിൽക്കുന്നത് തന്നെ സെലക്ട് ചെയ്യണം. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അതേപോലെ പറ്റ ലോക്കൽ വാങ്ങേണ്ട. ഇതിനിപ്പോൾ ഒരു 600 സംതിങ് ആണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത്. ആ ഒരു സാധനം വാങ്ങിയാൽ കുറച്ച് കാലം നിന്നോളും. ലോക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും. അതിൻ്റെ ഉള്ളിലുള്ള കോയിൽസൊക്കെ അത്രയും പവർ കുറഞ്ഞതായിരിക്കും, അതുകൊണ്ടാണ് പെട്ടെന്ന് കേടുവരുന്നത്. അപ്പോൾ നമ്മളിത് പ്ലഗിൽ കുത്തി ചൂടാവാൻ വെക്കുക. ഒരു 5 മിനിറ്റ് ചൂടാവാൻ വെച്ചിട്ടാകുമ്പോൾ, ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് ഈ സോൾഡറിങ് കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈം അത് നമ്മൾ ഓണാക്കിയിട്ടാകുമ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്ക് ചൂടായിക്കോളും. ഇനി നമ്മളിങ്ങനെ വലിച്ച് പിടിക്കുക. ഒരാൾ കൈ കൊണ്ട് വലിച്ച് പിടിച്ചിട്ട് സോൾഡറിങ്ങിൻ്റെ അറ്റം മാത്രം അവിടെ ഇങ്ങനെ നമ്മൾ പെന്നുകൊണ്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നത് പോലെ വരയ്ക്കാനേ ഉള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സോൾഡറിങ് അയൺ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ചെറിയ കുട്ടികളുടെ പരിസരത്ത് വെച്ചിട്ട് ചെയ്യരുത്. ഇത് കൈമ തട്ടിയിട്ടുണ്ടെങ്കിൽ പൊള്ളി അങ്ങോട്ട് ഹോളാവുക ചെയ്യുക, ഓട്ടയാവുകയാണ് ചെയ്യുക. അപ്പോൾ കയ്യിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈൽസ് പോലുള്ള എന്തെങ്കിലും, മരത്തിൻ്റെതല്ല, ടൈല് പീസോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ അലൂമിനിയം ഷീറ്റ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് അതുമേൽ വെച്ച് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ വരയ്ക്കുമ്പം എളുപ്പത്തിൽ അങ്ങനെ കട്ടായി അങ്ങനെ വന്നോളും. നല്ല ഹരാണ്, ചെയ്യാമ്പോൾ നല്ല ഹരമുണ്ട്. കഴിഞ്ഞേരം മോൾ അതിൻ്റെ വേസ്റ്റിൽ അങ്ങനെ വരച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വരച്ച് കൊടുത്താൽ അതങ്ങോട്ട് കഴിയും. അപ്പോൾ എളുപ്പത്തിലാണ് ഈ പണിയൊക്കെ. സൂചിയും നൂല് ഉപയോഗിച്ചിട്ട് തുന്നാൻ മാത്രമേ കുറച്ച് ടൈം വേണ്ടതുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്ത് കഴിയുമ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ. ആർക്കും ചെയ്യാം, എത്ര ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഡിസൈൻ ഒന്ന് വൃത്തിയിൽ വരയ്ക്കുമ്പോൾ വളഞ്ഞ് പൊളഞ്ഞൊന്നും പോവാതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ കോർത്തെടുക്കുന്ന സമയത്ത് നല്ലോണം വലിച്ച് അതായത് ഒരു ലൂസ് ഇല്ലാത്തൊക്കെ വിധത്തിലൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ ഭാഗം നല്ല ഫിനിഷായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്താൽ മതി. ഒറ്റ ദിവസം കൊണ്ടൊന്നും ചെയ്ത് തീർക്കാൻ കഴിയൂല കേട്ടോ. കുറേ ദിവസം എടുക്കും. ഓരോ ബീഡും കോർത്ത് വേണം നമുക്കിത് ചെയ്യാൻ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം വേണമെങ്കിൽ പിന്നെ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ താഴെ ഇല്ലേ, ആ ഭാഗം നമുക്ക് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ മടിയുള്ള ആളുകൾക്ക് അത് തീർന്ന് കിട്ടുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. പിന്നെ ഷോളിലേക്ക് കയറാനുള്ള ഒരു ആവേശം വന്നോളും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതുപോലുള്ള കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സ്വന്തം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. പിന്നെ അത് പുറത്ത് കൊടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ താനേ ചെയ്ത് തുടങ്ങിക്കോളും. നല്ല റേറ്റാണ് ഇതൊക്കെ സ്കാലപ്പിന്. ഇതന്നെ പല ടൈപ്പ് ത്രെഡിൽ ചെയ്തിട്ട് പിന്നെ ബീഡ്സ് കൊടുക്കുന്നതൊക്കെ ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്കൊരു ബുട്ടിക്കിലൊക്കെ അന്വേഷിച്ചാൽ അറിയാം എത്രത്തോളം റേറ്റ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഫിനിഷിങ്ങിൽ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അത് വൺ സൈഡ് 2 എൻഡുകളും മാത്രമേ, അതായത് വീതി കുറഞ്ഞ എൻഡിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മറ്റേ ഭാഗത്ത് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ 4 വശത്തും ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ക്രിസ്മസ് പരിപാടിക്കൊക്കെ വേണ ആളുകളുണ്ടെങ്കിൽ റെഡിൽ വൈറ്റിലൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.